ഫലസ്തീൻ രാഷ്ട്രത്തിനുള്ള പിന്തുണ അത് നൽകിക്കൊണ്ട് ഇസ്രായേലിനെ കൂടുതൽ പ്രകോപിപ്പിക്കരുത് എന്നുള്ളൊരു തിട്ടൂരമാണല്ലോ അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം, ഈ ഖത്തറിലെ ആക്രമണത്തിന് ശേഷമാണ് കൂടുതൽ രാജ്യങ്ങൾ സ്വതന്ത്ര ഫലസ്തീനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചകൾ നമുക്ക് കാണുന്നത്. ഏകദേശം 142ഓളം രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ഫലസ്തീനുള്ള പിന്തുണ അറിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് ഇസ്രായേലിനെ ആശങ്കയിലാക്കുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. കാരണം ലോക പൊതുസമൂഹം ഇത്രയും കൊടും ക്രൂരതകൾ നടത്തിയിട്ടും അമേരിക്കയുടെയും മറ്റു ചില ഇസ്രായേൽ അനുകൂല രാജ്യങ്ങളും ഇത്രയേറെ സംവിധാനങ്ങളും നയതന്ത്ര പരിരക്ഷയും നൽകിയിട്ട് പോലും ഇതിനൊക്കെ മറികടന്നുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും അറബ് മുസ്ലിം രാജ്യങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ളൊരു നിലപാടാണ് UN പൊതുസഭയ്ക്ക് മുമ്പാകെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് 142 രാജ്യങ്ങൾ അനുകൂലമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ, കാരണം ഇത് പശ്ചിമേഷ്യയുടെ മാത്രമല്ല ലോകത്തിന്റെ സമാധാനത്തെ പോലും തകർക്കുന്ന വലിയൊരു പ്രശ്നമാണ്. ഇതിനെ യാഥാർത്ഥ്യബോധത്തോടെ ഉൾക്കൊള്ളണം എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 142 രാജ്യങ്ങൾ 10 രാജ്യങ്ങൾക്കെതിരെ 10 രാജ്യങ്ങൾ മാത്രമാണ്, അമേരിക്കയും അർജന്റീനയും പരാഗ്വേയും ഉൾപ്പെടെ 10 രാജ്യങ്ങൾ മാത്രമാണ് ഇസ്രായേലിന് അനുകൂലമായിട്ട് രംഗത്ത് വന്നത്. അതല്ലെങ്കിൽ ഈ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചത് 12 രാജ്യങ്ങൾ വിട്ടുനിൽക്കുകയാണ്. അപ്പം 142 രാജ്യങ്ങളുടെ പിന്തുണ ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഫലസ്തീൻ പ്രശ്നത്തോടുള്ള ലോകത്തിന്റെ പൊതുവികാരമാണ് അതിലൂടെ പ്രകടിപ്പിക്കുന്നത്. പക്ഷെ ആ യാഥാർത്ഥ്യബോധം പോലും ഒരിക്കലും തൊട്ടുതീണ്ടാതെയുള്ള ഒരു പ്രതികരണമാണ് മാർക്കോ റൂബിയോ എന്ന US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെയും നിലപാട് അതുതന്നെയാണ്. കാരണം ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് ഇസ്രായേലിനെ കൂടുതൽ, അതായത് വെസ്റ്റ് ബാങ്കിന് മേൽ കൂടുതൽ തങ്ങൾ അപ്രമാദിത്വം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം നടക്കുന്നു. വെസ്റ്റ് ബാങ്കിനെ കൂടി തങ്ങൾ ഇസ്രായേലിന്റെ ഭാഗമാക്കി മാറ്റാൻ നീക്കം നടക്കുന്നു. വിശാല ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് ജോർദാനും സിറിയയും മറ്റ് പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഭാഗങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കം നടക്കുമ്പോൾ അതിനൊക്കെ കയ്യൊപ്പ് ചാർത്തുന്ന ഒരു പ്രതികരണമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നിർഭാഗ്യകരമായിട്ടാണെങ്കിലും ഉണ്ടാകുന്നത്. പക്ഷേ 3/4 നൂറ്റാണ്ടിന്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇതുവരെ അമേരിക്ക സ്വീകരിച്ചത് തീർത്തും ഏകപക്ഷീയമായിട്ടുള്ള ഇസ്രായേൽ അനുകൂലമായിട്ടുള്ള നിലപാടാണ്. അതുകൊണ്ടാണ് ഈ ഖത്തറിൽ നടന്ന ആക്രമണത്തെ പോലും അതിശക്തമായിട്ട് അപലപിക്കുന്നതിന് പകരം അതിനെയും ന്യായീകരിക്കുന്ന, പരോക്ഷമായിട്ടാണെങ്കിലും അതിനെയും ന്യായീകരിക്കുന്ന ഒരു സമീപനത്തിലേക്ക് അമേരിക്ക വന്നുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ എങ്ങനെ ചെറുക്കും എന്നത് മുസ്ലിം അറബ് രാജ്യങ്ങളുടെ ഒരു നിലപാട്, അല്ലെങ്കിൽ അവർക്ക് എത്ര കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന ഒരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അമൃത. നാസർ, അവസാനമായി ഗസയിലെ ആക്രമണത്തിന്റെ കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. നമുക്കറിയാം, ഇപ്പോഴും ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഖത്തറിലെ ആക്രമണത്തിന് ശേഷം വലിയ തരത്തിലുള്ള ആക്രമണം ഗസ സിറ്റിയിൽ ഉൾപ്പെടെ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ 51 പേരാണ് ഇക്കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ മാത്രം കൊല്ലപ്പെട്ടത്. അവിടെ എന്താണ് സാഹചര്യം? ഈ ഗസ സിറ്റി മുഴുവൻ വിട്ടുപോകണമെന്നുള്ളൊരു മുന്നറിയിപ്പ് വീണ്ടും വീണ്ടും നൽകുകയാണല്ലോ ഇസ്രായേൽ. അമൃത, നിരന്തരമായിട്ട്, കാരണം ഈ പിന്നിട്ട ഏതാനും ദിവസങ്ങൾക്കിടയിൽ മാത്രം 500-ലധികം കെട്ടിടങ്ങളാണ് പൂർണ്ണമായിട്ടും നിലംപരിശാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ താൽക്കാലിക വസതികൾ, ചെറിയ ടെന്റുകളിലും മറ്റും കഴിഞ്ഞിരുന്ന മനുഷ്യരോട് ഉടൻ തന്നെ അവിടെ നിന്ന് പുറത്തു പോകാൻ പറയുക, എന്നിട്ട് അവിടെ ആക്രമണം നടത്തുക, അവിടെ സാധന സാമഗ്രികളടക്കം പൂർണ്ണമായിട്ടും നശിപ്പിക്കുക. അതായത് ഈ അടിസ്ഥാന ജീവനോപാധികൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നതോടുകൂടി മനുഷ്യരാശിക്ക് അവിടെ തുടരാൻ പറ്റില്ല എന്ന കൃത്യമായിട്ട് ഒരു തീർപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആസൂത്രിതമായിട്ടുള്ള വംശഹത്യ നടക്കുന്നത്. ഇന്നിപ്പോൾ UN-ന്റെ സ്കൂളുകൾക്ക് നേരെ ആക്രമണം നടന്നു. അവിടെയൊക്കെയും ഈ അഭയാർത്ഥികളായിട്ട് താമസിച്ച മനുഷ്യരായിരുന്നു ഉണ്ടായിരുന്നത്. മണിക്കൂറുകൾക്കകമാണ് അവരും പുറന്തള്ളപ്പെട്ടിരിക്കുന്നത്. അപ്പം ലഭ്യമായിട്ടുള്ള വാഹനങ്ങളിലും കാൽനടയായും ഈ ഗസ സിറ്റിയിൽ നിന്ന് ദിക്കറിയാതെ ഈ മനുഷ്യർ പലായനം ചെയ്യുന്ന ഏറ്റവും അതിദാരുണമായിട്ടുള്ള ദൃശ്യങ്ങളിലൂടെയാണ് ഇപ്പം ഈ ലോകം, അല്ലെങ്കിൽ പരിഷ്കൃത സമൂഹത്തിന് മുമ്പിൽ ഈ മനുഷ്യർ നടന്നു നീങ്ങുന്നത്. 83% ഫലസ്തീൻ പ്രദേശങ്ങളിൽ നിന്നും, ഗസ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ പൂർണ്ണമായിട്ട് പുറന്തള്ളപ്പെട്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അതായത് വെറും 17% ആ ഒരു ഇടത്തിലേക്ക് മാത്രം ഈ മനുഷ്യർ ചുരുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥ നമുക്കറിയാൻ സാധിക്കും. എത്ര ജനസാന്ദ്രതയുള്ള ഈ മനുഷ്യർ ഈ 17% ഭൂമിയിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അവരനുഭവിക്കേണ്ടി വരുന്ന ദൈന്യത, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അത് എത്ര തീവ്രമായിരിക്കുമെന്ന് നമുക്ക് നിരൂപിക്കാൻ പോലും സാധ്യമല്ല. അത്തരമൊരു ഘട്ടങ്ങളിലൂടെയാണ് ഈ ആക്രമണം വീണ്ടും മുന്നോട്ട് പോകുന്നത്. അതിലേതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു കുറവോ അത് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പരിമിതിയോ ഉണ്ടാകുമെന്ന് നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്തുക അസാധ്യമായിട്ട് മാറുകയാണ്. അമൃത.